ഹലോ ഹായ്, നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണാൻ പോകുന്നത് IDEAL എന്ന ബ്രാൻഡിന്റെ ബ്ലൂടൂത്ത് ഹെൽമെറ്റ് ഹെഡ്സെറ്റിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കാം. ബോക്സ് തുറക്കുമ്പോൾ മുകളിലായി തന്നെ ബ്ലൂടൂത്ത് ഡിവൈസ് നമുക്ക് കാണാൻ സാധിക്കും. അത്യാവശ്യം നല്ല ഒരു ഡിസൈനും അതുപോലെ തന്നെ ഒരു ബിൽഡ് ക്വാളിറ്റിയുമാണ് കമ്പനി ഈ ബ്ലൂടൂത്ത് ഡിവൈസിന് നൽകിയിട്ടുള്ളത്. നമുക്കത് സൈഡിലേക്ക് മാറ്റിവെക്കാം. ശേഷം ബോക്സിൽ കൂടെ എന്തൊക്കെയാണ് കമ്പനി നൽകിയിട്ടുള്ളത് എന്ന് നോക്കാം. 2 കവറുകളിലായി കുറച്ചു എക്യുപ്മെന്റ്സ് കൂടി കമ്പനി ഇതിൻ്റെ കൂടെ നൽകിയിട്ടുണ്ട്. അതിൽ ബ്ലൂടൂത്ത് ഡിവൈസ് ഹെൽമെറ്റുമായി ഘടിപ്പിക്കാനുള്ള ഒരു ക്ലിപ്പ്, അതുപോലെ തന്നെ സ്പീക്കർ ഹെൽമെറ്റിൽ സ്റ്റിക്ക് ചെയ്യാനുള്ള 2 സ്റ്റിക്കറുകൾ, കൂടെ മൈക്കും മറ്റും നമുക്ക് സ്റ്റിക്ക് ചെയ്ത് ഉറപ്പിക്കാനുള്ള കുറച്ച് സ്റ്റിക്കറുകളുമാണ് ആദ്യത്തെ പേക്കിൽ ഉള്ളത്. രണ്ടാമത്തെ പേക്കിൽ ഇതിന് ആവശ്യമായ സ്പീക്കറുകളും അതുപോലെ തന്നെ അതിൻ്റെ മൈക്കും ആണ് നൽകിയിട്ടുള്ളത്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള വയറുകളും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു സൈസോട് കൂടിയുള്ള സ്പീക്കേഴ്സുമാണ് കമ്പനി നൽകിയിട്ടുള്ളത്. ഒരു 50mm സൈസോട് കൂടിയുള്ള സ്പീക്കറാണ് കമ്പനി നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്ലെക്സിബിളായ ഒരു മൈക്കും കമ്പനി നൽകിയിട്ടുണ്ട്. ഈ ഒരു മൈക്കായതിനാൽ നമുക്ക് മോഡുലാർ ഹെൽമെറ്റുകളിലും ഇത് വളരെ നല്ല രീതിയിൽ ഉപയോഗിക്കാം. കൂടെ ഒരു C ടൈപ്പ് ചാർജറും നൽകിയിട്ടുണ്ട്. അപ്പോൾ ബോക്സ് സൈഡിലേക്ക് മാറ്റിവെക്കാം. ഇനി ഈ ബ്ലൂടൂത്ത് ഡിവൈസ് എങ്ങനെയാണ് ഒരു ഹെൽമെറ്റിൽ ഫിക്സ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് ആക്സോർ എന്ന ബ്രാൻഡിന്റെ അഡ്വഞ്ചർ X മോഡൽ ഹെൽമെറ്റാണ്. ഇതൊരു അഡ്വഞ്ചർ ഹെൽമെറ്റാണ്. അതുപോലെ തന്നെ ഇതിൽ ഈ ഡിവൈസ് ഫിക്സ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുമുണ്ട്. എന്നാലും ഇതിന് ഇയർ പീസുകൾ, അതായത് സ്പീക്കറുകൾ ഘടിപ്പിക്കാനുള്ള പോർഷൻസ് കമ്പനി ആദ്യം തന്നെ നൽകിയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഉള്ളിലായി അത് കാണാൻ സാധിക്കുന്നതാണ്. അവിടെയാണ് നമ്മൾ ഈ ബ്ലൂടൂത്ത് ഡിവൈസിൻ്റെ സ്പീക്കറുകൾ സ്റ്റിക്ക് ചെയ്ത് വെക്കേണ്ടത്. 2 സൈഡിലായും ഇതുപോലെ തന്നെ ഇതിനുള്ള സ്പീക്കർ പോക്കറ്റുകൾ കമ്പനി നൽകിയിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ഡിവൈസ് ഇതിൽ ഘടിപ്പിക്കാനുള്ള ക്ലിപ്പ് ഈ ഹെൽമെറ്റിൽ ഘടിപ്പിക്കാം. ഒരു അഡ്വഞ്ചർ ഹെൽമെറ്റ് ആയതുകൊണ്ടും അതുപോലെ തന്നെ ഒരു സൺവൈസർ ഇൻബിൽട്ടായി വരുന്ന ഹെൽമെറ്റ് ആയതുകൊണ്ടും കുറച്ച് ബേക്കായിട്ടാണ് നമ്മൾ ഈ ക്ലിപ്പ് ഘടിപ്പിച്ചിട്ടുള്ളത്. കാരണം അവിടെ സൺവൈസറിൻ്റെ ഒരു സ്വിച്ച് ഉള്ളത് കൊണ്ടാണ്. അതിനുശേഷം 2 സൈഡിലെയും അതുപോലെ ബേക്കെയും പാഡിങ്ങുകൾ നമുക്ക് റിമൂവ് ചെയ്യേണ്ടതുണ്ട്. കാരണം ഈ സ്പീക്കറിൻ്റെ വയറും അതുപോലെ തന്നെ മൈക്കുമൊക്കെ ഇതിൽ ഫിക്സ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ബോക്സിൽ നൽകിയ ഡബിൾ സൈഡ് വെൽക്രോം സ്റ്റിക്കറുകൾ ഉപയോഗിച്ച് നമുക്ക് സ്പീക്കേഴ്സ് 2ഉം ഇതിൻ്റെ ഇയർ പോക്കറ്റുകളിൽ നമുക്ക് ഘടിപ്പിക്കാം. ശേഷം നമ്മൾ റിമൂവ് ചെയ്ത പാഡിങ്ങുകളൊക്കെ അതിൻ്റെ സ്ഥാനത്തു തന്നെ ഫിക്സ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സ്പീക്കേഴ്സിൻ്റെ വയറും മറ്റും അതിൻ്റെ പിന്നിലായി നല്ല രീതിയിൽ നിൽക്കും. അപ്പോൾ അവസാനമായി പുറത്ത് കാണുന്നത് ഈ ഡിവൈസുമായി ഈ സ്പീക്കേഴ്സിനെ കണക്ട് ചെയ്യാനുള്ള ഒരു USB Type-C കേബിളാണ്. അപ്പോൾ നമുക്ക് ഈ ഡിവൈസ് ഈ ക്ലിപ്പിലേക്ക് ഘടിപ്പിക്കാം. അതിനുവേണ്ടി അവിടെ 2 ഹോളുകൾ നൽകിയിട്ടുണ്ട്. അതിൽ ഈ 2 ഭാഗം വരുന്ന രീതിയിൽ അമർത്തി വെച്ചതിന് ശേഷം താഴോട്ട് പ്രസ് ചെയ്താൽ ഇത് ഇവിടെ ഒരു ശബ്ദത്തോടു കൂടി ലോക്കാവുന്നതായി നമുക്ക് കാണാൻ പറ്റും. ശേഷം ഈ USB-C പോർട്ടിൽ നമുക്ക് ഈ കേബിൾ കണക്ട് ചെയ്താൽ നമ്മുടെ ഡിവൈസ് ഉപയോഗിക്കാൻ രീതിയിൽ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. ഈ ബട്ടൺ പ്രസ് ചെയ്ത് പിടിച്ചാൽ നമുക്ക് ഡിവൈസ് ഓൺ ചെയ്യാൻ പറ്റും. അപ്പോൾ ഒരു RGB ലൈറ്റ് പ്രകാശിക്കുന്നതായി നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ മുകളിലായി വോളിയം അപ്പ് ആൻഡ് ഡൗൺ അല്ലെങ്കിൽ ട്രാക്ക് മാറ്റാനുള്ള സ്വിച്ചുകളും അതുപോലെ താഴെ ഭാഗത്തായി വോയിസ് ഇൻപുട്ട്, അതുപോലെ സിറി, ഗൂഗിൾ അസിസ്റ്റ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ചും കമ്പനി നൽകിയിട്ടുണ്ട്. ഹെൽമെറ്റിൽ ഈ ഡിവൈസ് ഘടിപ്പിച്ചപ്പോൾ അത്യാവശ്യം നല്ല ഒരു ലുക്ക് തന്നെ ഹെൽമെറ്റിന് ഈ ഡിവൈസ് നൽകുന്നുണ്ട്. അതുപോലെ മൈക്ക് നമ്മുടെ ചിന്നിൻ്റെ ഭാഗത്തായി വരുന്ന രീതിയിലാണ് ഞാൻ ഘടിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോളിങ്ങിലും മറ്റും നല്ലൊരു ക്ലാരിറ്റി വോയിസിന് ഉണ്ടാവും. RGB ലൈറ്റിനടുത്തായുള്ള സ്വിച്ച് ഉപയോഗിച്ച് നമുക്ക് കോളുകൾ ആക്സെപ്റ്റ് ചെയ്യാനും അതുപോലെ തന്നെ റിജക്റ്റ് ചെയ്യാനും സാധിക്കും. ഇതേ സ്വിച്ചുകൾ ഉപയോഗിച്ച് തന്നെയാണ് നമ്മൾ പവർ ഓഫും പവർ ഓണും ചെയ്യുന്നത്. അതിൻ്റെ തൊട്ടു മുകളിലായി ഒരു സിലിക്കൺ കവർ ഉപയോഗിച്ച്
ക്ലോസ് ചെയ്ത നിലയിലാണ് ഈ ഡിവൈസ് ചാർജ് ചെയ്യാനുള്ള USB-C പോർട്ട് നൽകിയിട്ടുള്ളത്. അത് മഴയത്തൊക്കെ ഉപയോഗിക്കുമ്പോൾ ഈ ഡിവൈസിന് ഒന്നും പറ്റാതിരിക്കാൻ സഹായിക്കുന്നു. ഇത് ഒരു IPX6 റേറ്റഡ് ഡിവൈസ് ആണ്. അതുകൊണ്ട് നമുക്ക് മഴയത്തൊക്കെ ഉപയോഗിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവുന്നതല്ല. ഹെൽമെറ്റിന്റെ പേഡിങ്ങിന്റെ അകത്തായതിനാൽ സ്പീക്കേഴ്സും അതുപോലെ വയറിംഗും ഒന്നും നമുക്ക് കാണാൻ പറ്റുകയുമില്ല. അതൊരു നല്ല നീറ്റായി നിൽക്കുകയും ചെയ്യും. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണാം.